السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ എണ്ണിയാലൊഴുങ്ങാത്ത അനുഗ്രഹങ്ങളെ നമുക്ക് നിരന്തരമായി വർഷിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പാലിക്കേണ്ട മര്യാദകളിൽ, അദബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെയോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയോ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അതിനെ ഒരു കാരണവശാലും നമ്മൾ മറികടക്കാനോ അതിനെ മുൻകടക്കാനോ ഒരിക്കലും പാടില്ല. നമ്മൾ അവിടെ നിൽക്കണം. അത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കടമയും ബാധ്യതയുമായി പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഹുജറാത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു അധ്യായമാണ്. ധാരാളക്കണക്കിന് ഒരു വിശ്വാസി പാലിക്കേണ്ട അദബുകളെ, മര്യാദകളെയാണ് ആ സൂറത്ത് പ്രതിപാദിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു നമുക്ക് ചില അദബുകളെ, ചില മര്യാദകളെ പഠിപ്പിച്ചു തരുമ്പോൾ ഏറ്റവും ഒന്നാമതായി നമ്മളോട് പറയുന്ന കാര്യമാണത് യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. ഇങ്ങനെ ഖുർആൻ ഒരു അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിധി പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈമാനുള്ളവൻ, വിശ്വാസമുള്ളവൻ ചെയ്യണമെന്ന് താൽപര്യപ്പെട്ടുകൊണ്ട് എന്താണോ ആ ആയത്തിൽ നിർദ്ദേശിപ്പിക്കപ്പെട്ട കാര്യം, അന്നൽ ഇൽത്തിസാമ മാ ഖുതിബ ബിഹി മിൻ മുഖ്തദയാത്തിൽ ഈമാൻ, അത് ഈമാനിന്റെ താൽപര്യമാണ്. മുഅ്മിനാണോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളത് ചെയ്തിരിക്കും. വിശ്വാസിയാണെങ്കിൽ അവരത് ചെയ്യും. ഇനി അത് ചെയ്യുന്നില്ലെങ്കിലോ വ അന്ന മുഖാലഫത്തുഹു നഖ്സുൻ ഫിൽ ഈമാൻ, അതിനെതിരെ അവൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഈമാനിന്റെ കുറവും ഈമാനിന്റെ അപൂർണതയുമായി പരിഗണിക്കപ്പെടുന്ന.
അപ്പൊ വിശ്വാസിയാണോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കുമെന്നാണ്. നമുക്കറിയാം, രാത്രി വൈകി കടക്കാൻ വൈകി വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോട്, പഠന താല്പര്യം കൊണ്ടും പരീക്ഷയുടെ ബേജാറ് കൊണ്ടും വായിക്കുന്ന കുട്ടിയോട് മാതാപിതാക്കൾ സ്നേഹത്തോടെ പറയുന്നു, മോനെ നീ ഇപ്പൊ കിടന്നുറങ്ങി, രാവിലെ വേണമെങ്കിൽ നീ കുറച്ച് നേരത്തെ എഴുന്നേറ്റോ എന്ന് പറഞ്ഞാൽ വീണ്ടും അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഒരനിഷ്ടം മാതാവിന്റെയും പിതാവിന്റെയും മനസ്സിലുണ്ട്. അവൻ പ്രവർത്തിക്കുന്നത് തെറ്റായ ഒരു കാര്യമല്ല, അവന്റെ പരീക്ഷന്റെ ബേജാറ് കൊണ്ട് വായിക്കുകയാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ എങ്കിലും മാതാവ് പിതാവ് മുതിർന്ന ഒരാളെന്ന നിലയ്ക്ക് ആ പറഞ്ഞ വാക്ക് സ്വീകരിക്കുക എന്ന ഒരു അദബ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനേക്കാൾ ഗൗരവപരമാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യം. അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച ഒരു കാര്യം പിന്നെ അപ്പുറത്തേക്ക് ഇതിന്റെ സാഹചര്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ഉദ്ദേശിച്ചിട്ടാണ്, നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്, കൂലി ഉദ്ദേശിച്ചിട്ടാണ് എന്നൊന്നും പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നാണ്. നമുക്കൊരു ഹദീസ് കാണാൻ പറ്റും, നോമ്പിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ലാ തുഖദ്ദിമു റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. നിങ്ങൾ റമളാൻ 1 വരുന്നതിന് മുമ്പ്, ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് തുടങ്ങരുത്. എന്താ സുഹൃത്തുക്കളെ, നോമ്പല്ലേ? റമളാൻ 1 ആകുന്നതിന് മുമ്പ് നോമ്പല്ലേ? ഒരു ദിവസം നേരത്തെ തുടങ്ങിയാൽ എന്താണ്? ഒരു 2 ദിവസം നേരത്തെ തുടങ്ങിയാൽ എന്താണ്? അതൊരു മുൻകടന്ന പ്രവർത്തനമാണ്, മര്യാദകേടാണ്, അനുസരണക്കേടാണ്, നിയമലംഘനമാണ്. എത്രമാത്രം വെച്ചാൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സാമ അൽ യൗമല്ലദീ യശുക്കു ഫീഹി, സംശയമുള്ള, മാസം കണ്ടോ കണ്ടില്ലേന്ന് സംശയിക്കുന്ന ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ഫഖദ് അസ്വാ അബുൽ ഖാസിം, അവൻ അള്ളാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പൊ സംശയമുള്ള ദിവസത്തിൽ, മാസം കണ്ടോന്ന് ഉറപ്പാകാത്ത ദിവസത്തിൽ നോമ്പ് നോറ്റാൽ പോലും അവൻ അള്ളാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പറഞ്ഞോടത്ത് നമ്മൾ നിൽക്കണം. ഇഹലോകത്തും പരലോകത്തുമുള്ള മനുഷ്യന്റെ സൗഭാഗ്യം നിലകൊള്ളുന്നത് ഈ നിർദ്ദേശങ്ങളിലാണ്. വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തിൽ മഹാനായ റസൂൽ കിരസ്തമിന്റെ ആ 23 കൊല്ലത്തെ ജീവിത കാലഘട്ടത്തിൽ സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നാൽ അനേകം ചോയ്സുകൾ നമ്മുടെ മുന്നിലുണ്ടാകാം, ധാരാളം തീരുമാനങ്ങൾ എടുക്കാൻ പല കാര്യങ്ങളും മുന്നിൽ വരും. പക്ഷെ അതിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അള്ളാഹുവും റസൂലിനും പറഞ്ഞതിനെതിരാകുന്ന രൂപത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലെന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, യ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടന്നു പ്രവർത്തിക്കരുത്, ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുമ്പിൽ മുൻകടന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാകുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു നിഷിദ്ധമായ കാര്യം കൃത്യമായി വിശുദ്ധ ഖുർആനും ഹറാമാക്കിയെന്ന് ഉറപ്പുള്ള ഒരു കാര്യം, അത് സാമ്പത്തിക രംഗത്താകട്ടെ, നമ്മുടെ സ്വകാര്യ വൈകാരിക രംഗങ്ങളിലാകട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫലം, ആ ധിക്കാരത്തിന്റെ ഒരു ഫലം, ആ അതിർലംഘനത്തിന്റെ ഒരു ഫലം, ആ മര്യാദകേടിന്റെ ഒരു ഫലം ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ്. ഈ അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കുക എന്നതിന് ഖുർആനിന്റെ വ്യാഖ്യാതകൾ കൊടുത്ത വിശദീകരണങ്ങൾ ശ്രദ്ധയോടുകൂടെ ഞാനും നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ബിദ്അത്തുകളാണ്. മതത്തിലില്ലാത്ത, ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിൽ ഉണ്ടെന്ന വിശ്വാസത്തോടെയും ദീനിലുള്ളതാണെന്ന ധാരണയോടുകൂടെയും പ്രവർത്തിക്കാം. ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ഖുലഫാഉർ റാഷിദുകളുടെ മാതൃകയില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് ബിദ്അത്ത് എന്ന് പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ ചര്യയെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ പിൻപറ്റണം. അൽ മഹ്ദിയീൻ, സച്ചരിതരായിട്ടുള്ള, മിൻ ബഅദി, എനിക്ക് ശേഷം, വഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം. വമുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതിയതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പേടിക്കണം. നിങ്ങൾ എന്നെ പിൻപറ്റണം, ഖുലഫാഉർ റാഷിദീങ്ങളെ പിൻപറ്റണം. എന്നാൽ മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അങ്ങനെ പറയുന്നത്? ഏതെങ്കിലും ഒരാൾ ഒരു ബിദ്അത്ത് സ്വീകരിക്കുമ്പോൾ അയാൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പണ്ഡിതന്മാർ പറയുന്നത്, ഈ ദീൻ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല, ഈ ദീനിൽ ഇനിയും ചില പുണ്യകാര്യങ്ങളും സൽപ്രവർത്തനങ്ങളും ദിക്റുകളും ദുആകളൊക്കെ ഇനി ഉണ്ടായാലേ ഈ ദീന് ശരിയാവുള്ളൂ എന്നല്ലേ അവൻ പറയുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അന്നില്ലാത്ത ഒന്ന് ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു പള്ളിയിലും ഉണ്ടായിക്കൂടാ.
ഒരു വീട്ടിലും ഉണ്ടായിക്കൂടാ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടായിക്കൂടാ എന്നാണ് അതിന്റെ നിർബന്ധമായ കാര്യം. സത്യത്തിനു ശേഷം വഴികേടല്ലാതെ മറ്റൊന്നുണ്ടാവില്ല. ശരിയായ ദീന് കാണിച്ചു നിന്നിട്ട് പിന്നെ ഒന്ന് ചെയ്താൽ അതിലെന്തായാലും വഴികേടേ ഉണ്ടാവുള്ളൂ. വിദഅത്തുകളെ കുറിച്ച് പറയുമ്പോൾ, ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മതത്തിൽ കടന്നുകൂടുന്ന ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് പണ്ഡിതന്മാർ പറയുന്നത് ബിദ്അഉൻ ഫിൽ അഖായിദ, വിശ്വാസത്തിൽ വരുന്ന ബിദ്അത്തുകൾ. വിശ്വാസത്തിൽ വരുന്ന ബിദ്അത്തുകളിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ മുഖം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുഖത്തോട് അതിനെ സാദൃശ്യപ്പെടുത്തിയാൽ അത് കുഫ്റാണ്, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പുറത്തുപോകലാണ്. അള്ളാഹുവിന്റെ മുഖം അവന്റെ മഹത്വത്തിന് വിചാരിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുക എന്നല്ലാതെ മറ്റൊരു മുഖത്തോടും സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ലൈസ കമിത്ലിഹി ശൈഉൻ, അവനെ പോലെ മറ്റൊന്നുമില്ല, അവൻ വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന ഖുർആന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരായിത്തീരും. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ തുല്യത പുലർത്തുന്നതും അത് ഇല്ലെന്ന് വിശ്വസിക്കുന്നതും വലിയ യഥാഹും അബുസൂദത്താനി, അള്ളാഹുവിന്റെ രണ്ട് കൈകളും നിവർത്തപ്പെട്ടതാണ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തെ നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ആ വ്യാഖ്യാനം അതിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കാത്താണെങ്കിൽ അതും വിത്താത്താണ്. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്നതും അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചിന്തിച്ചും ആലോചിച്ചും ഗവേഷണം നടത്തിയും സ്വന്തമായി തീരുമാനിച്ചാൽ നമ്മുടെ വിശ്വാസങ്ങളിൽ അനാചാരങ്ങൾ കടന്നുവരും, ബിദ്അത്തുകൾ കടന്നുവരും. അതേപോലെ തന്നെ ബിദ്അത്തും ഫിൽ അഖ്വാൽ, അള്ളാഹുവും റസൂലും നമ്മൾ എന്ത് ചൊല്ലണം, എന്ത് പറയണം, എത്ര ചൊല്ലണം, എത്ര വട്ടം ചെല്ലണം, തക്ബീറുകളും അതേപോലെ തന്നെ തഹ്ലീലുകളും തസ്ബീഹുകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ ഇന്നിപ്പോ എനിക്കൊരു ഒഴിവീസാണല്ലോ, ഇന്നിപ്പോ 33 ആവണ്ട, നിസ്കാരശേഷം 330 ആകട്ടെ എന്ന് തീരുമാനിച്ചാൽ അവൻ ബിദ്അത്താണ് ചെയ്തതെന്ന് മാത്രമല്ല അത് നരകത്തിലേക്കാണ് പോകുന്നത്. ഇത് 33-ലേറെ ചെല്ലിയത് നരകത്തിലേക്കുള്ള വഴിയാണ്. എന്തുകൊണ്ട്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ബിദ്അഉൻ ഫിൽ അഫ്ആലുണ്ട്, പ്രവർത്തനങ്ങൾ ബിദ്അത്ത്. ഉംറക്കൊക്കെ പോണ ആളുകൾ അവിടെ ചെന്നാൽ തൊട്ടുമുത്താൻ പറ്റുന്ന ഒരു സംഗതി എന്തുള്ളൂ, ഒന്ന് റുക്കുൽ യമാന്, കഅബന്റെ മൂലക്കുള്ള കല്ല്, അത് കഴിഞ്ഞാൽ പിന്നെ ഹജറുൽ അസ്വദ. ഈ രണ്ടും അല്ലാതെ തൊട്ടുമുത്താൻ പറ്റില്ല. അപ്പൊ കഅബന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഒരാൾ തൊട്ടുമുത്തിയാലോ ആ തൊട്ടുമുത്തൽ പ്രവർത്തനങ്ങളിലുള്ള ബിദ്അത്താണ്. പ്രവർത്തനങ്ങളിൽ അള്ളാഹുവും റസൂലും നിർദ്ദേശിക്കാത്ത കാര്യം ചെയ്യുമ്പോൾ അതേപോലെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കബറിൽ നിന്ന് മണ്ണുകളോ കല്ലുകളോ എന്തെങ്കിലും എടുത്തിട്ട് ഒരാളത് തൊട്ടുമുത്താൻ ശ്രമിച്ചാൽ അത് പ്രവർത്തനങ്ങളിൽ വരുന്ന ബിദ്അത്ത്. വാക്കിലുണ്ട്, പറയാത്തൊരു ദിക്ർ, പഠിപ്പിക്കാത്തൊരു തസ്ബീഹ് ഉണ്ടാക്കി ചെല്ലിയാൽ വാക്കുകൊണ്ടുള്ള ബിദ്അത്ത്, നിർദ്ദേശിക്കാത്തൊരു പ്രവൃത്തി ചെയ്താൽ പ്രവർത്തനത്തിലുള്ള ബിദ്അത്ത്, വിശ്വസിക്കേണ്ടതില്ലാത്ത വിശ്വാസത്തിനെതിരായൊരു വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തിയാൽ അത് അഖീദയിലുള്ള തകരാറ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ, നമ്മുടെ വീട്ടിലൊരു വിവാഹമുണ്ടായാൽ, ഒരു കുടിയിരിക്കലുണ്ടായാൽ, ഒരു വീട് നിർമ്മാണമുണ്ടായാൽ, എന്തുണ്ടായാലും അവിടെ ഒരു നിയമവും ഇവിടുത്തെ മറ്റു മതങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതോ മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതോ നാട്ടുകാരെ നിർബന്ധിച്ചിട്ടോ ഒന്നും ചെയ്യാതെ എന്ത് പ്രലോഭനങ്ങളും എന്ത് ബഹിഷ്കരണങ്ങളും വന്നാലും അള്ളാഹുവും റസൂലും വരച്ച വരയുടെ അപ്പുറത്തേക്ക് എന്റെ കാൽ നീങ്ങുകയില്ലെന്ന് പറയാൻ അള്ളാഹു ഈ സൂറത്തിന്റെ 1-ാമത്തെ ആയത്തിൽ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്. വത്തഖുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ. ഇന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും വർത്തമാനങ്ങളും ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതും എല്ലാം അള്ളാഹു കൃത്യമായി അറിയും. ആ അള്ളാഹുവിന്റെ അറിയുന്നു എന്ന ധാരണയോടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും എന്നാണ് പറയുന്നത്. അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കുക എന്നുള്ളതിന് പണ്ഡിതന്മാർ കൊടുത്ത മറ്റൊരു വ്യാഖ്യാനം എന്താണെന്ന് വിചാരിച്ചാൽ, സഹോദരങ്ങൾ, നമ്മളൊക്കെ മനസ്സിലാക്കണം. ആളുകൾക്കെതിരെ കുറച്ചൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ദീനിന്റെ കാര്യങ്ങൾ ഖുതുബകളുടെ പ്രസംഗങ്ങളുടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും തോന്നുകയാണെന്ന് ഖുർആൻ മര്യാദക്കൊന്നും ഓതാൻ അറിയാത്തവർക്ക് പോലും തോന്നിത്തുടങ്ങിയിരിക്കുന്നു, എനിക്കെന്തൊക്കെയോ ദീനിനെ കുറിച്ച് അറിയാം. ആ നിലയ്ക്ക് എല്ലാവരോടും ദീനിന്റെ കാര്യങ്ങളെ കുറിച്ച് തനിക്കിഷ്ടമുള്ളത് പറയാം. അതിൽ ഹലാലായ കാര്യം ഹറാമാണെന്ന് പറയാം, ഹറാമാണെന്ന കാര്യം ഹലാല് പറയാം. അതിനൊക്കെ ശക്തമായി വാദിക്കാം, അതിലൊക്കെ വാശി പിടിക്കുക. ഇങ്ങനത്തെയൊക്കെ ആളുകൾ ഇതിന്റെ ആ വാക്കുകൾ പറയുന്നത് അള്ളാഹുവും റസൂലും പറയാത്തൊരു കാര്യം അള്ളാഹുവും റസൂലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും വരച്ച വരക്ക് അപ്പുറത്ത് കിടക്കലാണ്.
സഹോദരങ്ങളെ നല്ല സൂക്ഷിച്ച് പറഞ്ഞാൽ മതി. ദീനിനെ കുറിച്ച് നല്ല ഉറപ്പും നല്ല വ്യക്തതയും നല്ല ബോധ്യവുമുള്ള കാര്യം പറഞ്ഞാൽ മതി എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ കൊടുത്തൊരു വാചകം നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ഏതോ ഒരു കാര്യം ദീനിലുള്ളൊരു കാര്യമെന്ന് വിചാരിച്ചൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ദീനിലുള്ളൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അത് ദീനിൽ ഇല്ലാത്തതാണെന്ന് അയാളുടെ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ പലരോടും പറഞ്ഞു. അങ്ങനെ പല ആളുകളും നമ്മൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ദീനാണെന്ന് വിചാരിച്ച് ചെയ്തു, ദീനല്ലെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായാൽ ഷെയ്ഖ് ഹുസൈമിന്റെ വാക്കുകൾ തന്നെ നമുക്ക് വായിക്കാം. മൻ ഖാല ഖൗലൻ വതബയ്യന ലഹു അന്നഹു അഖ്തഅ ഫീഹി അൻ യർജിഅ ഇലൽ ഹഖ് ഹത്താ ലൗ ശാഅൽ ഖൗലു ബൈനൻ നാസ്. നോക്കുന്ന അദ്ദേഹം പറയാണ്, ഒരാളൊരു വാക്ക് പറഞ്ഞു, ഒരു വാക്കൊരാൾ പറഞ്ഞു, എന്തെന്ത് ചെയ്തു, അവന് പിന്നീട് മനസ്സിലായി ഞാൻ ആ പറഞ്ഞതിന്റെ അറിവില്ലായ്മയോട് പറഞ്ഞതാണ്, ശരിക്കത് ദീനിനെതിരായ ഒരു കാര്യമാണല്ലോ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്ന് പറയുകയും അയാൾ അനുഷ്ഠിക്കുകയും ചെയ്തതെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അൻ യർജിഅ ഇല ഹഖ്, എന്താണോ ശരിയെന്ന് അയാൾ മനസ്സിലാക്കിയത് അയക്ക് അയാൾ തിരിച്ചു വരണം. ഹത്താ ലൗ ശാഅൽ ഖൗലു ബൈനൻ നാസി, അറിവില്ലാതെ ജനങ്ങൾക്കിടയിൽ അവരത് പ്രചരിപ്പിക്കുകയും ദീനാണെന്ന് വിചാരിച്ച് ആരെങ്കിലും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് പ്രവർത്തിക്കുന്ന ആളുകൾ അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു നിർബന്ധ കടമയുണ്ട്, അവരത് പരസ്യമായി ആ ചെയ്തോലൊക്കെ കേൾക്കി അവൻ പ്രഖ്യാപിക്കണം, അന്ന് ഞാനൊരു അബദ്ധമാണ് പറഞ്ഞത്, ഇന്റെ ഒരു തെറ്റിപ്പോയതാണ്, ദയവ് വിചാരിച്ച് നിങ്ങളത് ചെയ്യരുതേ എന്ന് ആ ആളുകളോട് മുഴുവനും പറയുവാനുള്ള ബാധ്യത ആ വ്യക്തിക്കുണ്ടെന്നാണ്. സുഹൃത്തുക്കളെ, എവിടെയെങ്കിലുമൊക്കെ കാണുന്നവരോട് ദീനിനെ കുറിച്ച് ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ ദീനിന്റെ ഭയങ്കര ആലിമീങ്ങളുമായി പറഞ്ഞു പോയാൽ അതെന്താണ്? അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ മറികടക്കലാണ്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അതോറിറ്റി, അതിലൊരു അഭിപ്രായം പറയാനുള്ള അധികാരം അള്ളാഹുവിനും റസൂലിനും മാത്രമേ ഉള്ളൂ. ലോകത്തേതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു കാര്യം ദീനിന്റെ കാര്യത്തിൽ പറയുന്നുവെങ്കിൽ ഈ രണ്ടിലുമുള്ള തെളിവുകളെ അവലംബിച്ചുകൊണ്ട് അവർക്ക് പറയാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂലല്ലാത്ത ഏതൊരാളോടും നമുക്ക് ചോദിക്കാം, ദീനിന്റെ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ് തെളിവ് എന്ന് മാന്യമായി ലോകത്തെ ഏത് ഇമാമിനോടും ചോദിക്കുവാനുള്ള അധികാരം ഇല്ല സാഹിബ് ഹാദൽ ഖബർ. ഈ ഖബറിന്റെ ഉടമസ്ഥനായ റസൂലുള്ളയോടല്ലാത്ത ആരോടും തെളിവ് ചോദിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റും. ഒരു പള്ളിക്കത്തെ ഖതീബിനോടും ഒരു ഇമാമിനോടും ഒക്കെ സ്നേഹപൂർവ്വം നിങ്ങൾ ഇന്ന് ചെയ്ത ദിക്റിന്റെ തെളിവെന്താണ്, നിങ്ങൾ ഇന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ തെളിവെന്താണ്, ഇന്ന് നിങ്ങൾ ഇന്ന കാര്യം ഹലാലാണെന്ന് പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിൽ ചോദിക്കാനാണ്? അടിസ്ഥാനമില്ലാതെ പറഞ്ഞാൽ സഹോദരങ്ങളെ അത് അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനുകളിൽ മറികടക്കലായിരിക്കുമെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ കാര്യത്തിലും സുഹൃത്തുക്കളെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപാകതകളും അപകടങ്ങളും ദുരന്തങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴി ഒന്ന് അന്വേഷിച്ചു പോയാൽ നമ്മൾ വളരെ പ്രത്യക്ഷമായ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ 15 കൊല്ലം മുമ്പ് പുകവലി നിർത്തിയതാണ് ഒരാൾ. 15 കൊല്ലം മുമ്പ് പുകവലി നിർത്തി, 15 കൊല്ലം മുമ്പ് പുകവലി നടത്തിയിട്ട് ഇപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നിട്ട് രോഗങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ആ 15 കൊല്ലം മുമ്പ് പുകവലിച്ചതിന്റെ ദുരന്തങ്ങൾ എന്തായാലും കുറച്ച് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട്, അതിന്റെ അസ്വസ്ഥതകളാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹലാലും തൊയ്യബും അല്ലാത്ത, അനുവദനീയമായതും വിശിഷ്ടവുമല്ലാത്ത ഒന്ന് അള്ളാഹു തന്ന അവർണ്ണനീയമായ ഈ അനുഗ്രഹത്തിന്റെ ശരീരത്തിലേക്ക് കടത്തി വിടരുതേന്ന് അള്ളാഹ് ഖുർആൻ പറഞ്ഞാണ്. ഈ വായയ്ക്ക് വെക്കുമ്പോഴേ ഹലാലാണോ തൊയ്യബാണോ അത് വിശിഷ്ടമാണോ നോക്കാതെ ഒന്നും വായയിലേക്ക് വെക്കാൻ ഈ ശരീരം തന്ന നിഅമത്ത് തന്ന അള്ളാഹു നമ്മൾ അനുവദിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, അത് ലംഘിക്കുമ്പോൾ ചെറിയൊരു ദേഹേച്ഛയ്ക്ക് വേണ്ടി അതിന് കീഴ്പ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം വർഷങ്ങളെ കൊണ്ട് മായ്ക്കപ്പെടാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എല്ലായിടത്തും നമ്മുടെ സൗഭാഗ്യം നിലകൊള്ളുന്നത് അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ചോർത്ത് നിൽക്കലാണ്. ആയത്ത് അവസാനിപ്പിക്കുന്ന രൂപം നോക്കും, നിങ്ങൾ വത്തഖുള്ള, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹും റസൂലും പറഞ്ഞൊരു കാര്യം ലംഘിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അള്ളാഹു നിങ്ങളുടെ പേരിൽ എന്തു നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് നല്ല ബോധം വേണം. അപ്പൊ ഒരു ബിദ്അത്ത് ചെയ്യുമ്പോൾ ഇതിപ്പോ തൽക്കാലം നാട്ടുകാരെയും കുടുംബക്കാരെയും പേടിച്ച് ഞാൻ ചെയ്താൽ അള്ളാഹിനോടാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഓർമ്മയുള്ളവൻ ചെയ്യുമെന്ന് ചോദിക്കണം. പക്ഷെ ചില ആളുകളോട് നമ്മൾ ഉപദേശിക്കുമ്പോൾ, തഖ്വ കൊണ്ട് ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യാ? യാ അയ്യുഹൻ നബിയ്യു തഖില്ലാ,
മുഹമ്മദ് നബി സ്ലാസ്മിയോട് കൂടെ അള്ളാഹു പറയുന്ന അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന്. നബിനോട് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ലോകത്ത് ആരോടും അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ട്. അങ്ങനെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലോ അത് കേൾക്കാനും അനുസരിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. എന്നാൽ ചില ആളുകളോട് പറയുമ്പോൾ അഹത്തുൽ ഇസ്സ, അവനൊരു ദുരഭിമാനം, എന്നോടെന്തേക്ക് അങ്ങനെ പറയാൻ എന്നൊരു തോന്നലിൽ അതിനെ നിരാകരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ്. എന്തൊരു കാര്യത്തിലും അള്ളാഹുവിന്റെയും റസൂലിന്റെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതിനെ അതുപോലെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് തഖ്വ എന്ന് പറഞ്ഞാൽ വിരോധിച്ച കാര്യം ഉപേക്ഷിക്കുകയും കൽപ്പിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുകയും ചെയ്യുക. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. സുഹൃത്തുക്കളെ, ഏത് സമയത്തും നമ്മൾ എന്ത് പറഞ്ഞാലും അത് അള്ളാഹു കേൾക്കുന്നു. സൂറത്ത് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവറകുമാ ഇന്നല്ലാഹ സമീഉൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ ആ ഒന്നാമത്തെ ആ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഉന്നയിച്ചു. നബിന്റെ വീട്ടിൽ വെച്ചാണ് ഉന്നയിക്കുന്നത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ വീട്ടിലുണ്ടാകുമ്പോഴാണ് ആ സ്ത്രീ ആ കാര്യങ്ങളൊക്കെ വന്നു പറഞ്ഞത്. പക്ഷേ ആ സ്ത്രീ റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ പതുക്കെ സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പല കാര്യങ്ങളും അടുത്തു നിൽക്കുന്ന ഞാൻ തന്നെ കേട്ടില്ല. എന്നാൽ അള്ളാഹു അത് കേട്ടു. അള്ളാഹു കേട്ടു എന്ന് അള്ളാഹു ഇതാ പറയുന്നു, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ തർക്കിച്ച ആ സ്ത്രീയുടെ വാക്കുകളെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. എല്ലാം പടച്ചു കേൾക്കും. എവിടെ വെച്ച് പറഞ്ഞതും എവിടെ വെച്ച് സംസാരിച്ചതും അള്ളാഹു കേൾക്കും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വസി അൽഹംദുലില്ലാഹില്ലദി വസിഅ സമഉഹു വൽ അസ്വാഖ്, എല്ലാ ശബ്ദങ്ങളിലും വിശാലമായി കിടക്കുന്നതാണ് അള്ളാഹുവിന്റെ കേൾവി. ആ അള്ളാഹുവിന്റെ സർവ്വസ്തുതിയും എന്ന് ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും രാത്രിയും പകലും ഒക്കെ പറയുന്ന അള്ളാഹു കേൾക്കും. അതുകൊണ്ട് ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ തീരുമാനമെടുക്കുക. അലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എല്ലാം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാം അറിയും. അന്നല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സമ്പൂർണ്ണമായ അറിവുണ്ട്. അപ്പൊ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കൃത്യമായി അറിയുന്നു. അതുകൊണ്ട് വിദഅത്തുകളെ സൂക്ഷിക്കുക. ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയും ഒരു പ്രലോഭനത്തിന് വഴങ്ങിയും സുഹൃത്തുക്കളെ, അള്ളാഹുവും റസൂലും പറഞ്ഞൊരു നിർദ്ദേശത്തെ അതിൽ ലംഘിക്കാതിരിക്കാൻ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സമ്പൂർണ്ണമായ നിർദ്ദേശങ്ങളെ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഹഖുൽ വലദി അലൽ വാലിദി, ഒരു കുട്ടിയോടുള്ള ഒരു പിതാവിന്റെ കടമ, ഒരു കുട്ടിയോടുള്ള ഒരു പിതാവിന്റെ കടമ അൻ യുഅല്ലിമഹു അൽ കിതാബ്, അവനെ എഴുത്തു പഠിപ്പിക്കണം. വസിയാഹത, അവനെ നീന്തൽ പഠിപ്പിക്കണം. അതേപോലെ തന്നെ റിമായത്ത്, ഈ അമ്പെയ്യുവാനുള്ളത് അവന് പഠിപ്പിക്കണം. അല്ലാ യർസുഖഹു ഇല്ലാ ത്വയ്യിബൻ, നല്ലതല്ലാതെ അവൻ എന്ത് ചെയ്യരുത്, ഭക്ഷണമായിട്ട് കൊടുക്കാൻ പാടില്ല. നല്ലതല്ലാതെ അവന് ഭക്ഷണമായി കൊടുക്കാൻ പാടില്ല. ഒരു കുട്ടിയുടെ ഭാവി സുരക്ഷിതമാകാനുള്ള ചില കാര്യങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു പിതാവിന്റെ കടമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സുഹൃത്തുക്കളെ, ഈ കടമ നമ്മൾ വളരെ കൃത്യമായി നിർവഹിക്കണം. അതിൽ രണ്ട് ഭാഗമാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചില ശീലങ്ങൾ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയാൽ ആ കുട്ടി മരണം വരെ ഒരു നല്ല കാഴ്ചപ്പാടിൽ നിലനിൽക്കും. ശീലങ്ങളിലൂടെ അത് ചെറുപ്പത്തിൽ ഉണ്ടാക്കേണ്ട ശീലം. അതിൽ ഒന്നാമത്തെ ശീലമാണ് നിസ്കാരം. നമസ്കാരം നിലനിർത്തുന്ന ഒരു കുട്ടി അവന്റെ ജീവിതകാലത്തിന്റെ അവസാനം വരെയും നന്മയിൽ നിലകൊള്ളുവാനുള്ള നല്ല സാധ്യതയുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാ വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവരെന്നൊരു പിൻതലമുറ പിന്നീട് വന്നു. അളാഉസ് സ്വലാ, അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു. വത്തബഉ ശഹവാത്ത്, അവരുടെ ദേഹേച്ഛകളെ അവർ പിൻപറ്റി. അപ്പൊ നമസ്കാരം പാഴാക്കി കളയുക, ദേഹേച്ഛകളെ പിൻപറ്റുക. അപ്പൊ നമസ്കാരം വളരെ കണിശമായും കൃത്യമായും ജമാഅത്തായും നിർവഹിക്കാനുള്ളൊരു ശീലം മാതാപിതാക്കൾ ഉണ്ടാക്കിയാലേ കുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതൊരു പ്രധാനം. രണ്ടാമത്തൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, അവരറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മകനെയോ ഒരു മകളെയോ ഹിദായത്തിലാക്കുക എന്നുള്ളത് വാപ്പിമ്മയും വിചാരിച്ച പറ്റൂല.
പക്ഷെ അതിനുള്ള വഴികൾ എന്തായാലും ഭാവിയിൽ നമ്മുടെ കുട്ടി വഴിപിഴച്ചു പോയാൽ ചെറുപ്പത്തിൽ അവൻ അതിനുള്ള അവസരം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. പണ്ഡിതന്മാർ അതിന് ഉദാഹരണം പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ അതിന് കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം ആ വീടിനുള്ള മുആവലത്താണ്, അതിന്റെ പകരമുള്ള തുകയാണ്. എന്നാൽ ഒരു ഡോക്ടർക്ക് നമ്മൾ ഫീസ് കൊടുക്കുമ്പോൾ അയാൾ രോഗം മാറ്റി തന്നതിനുള്ള പ്രത്യുപകാരമല്ല, രോഗം ചികിത്സിക്കുവാൻ പരമാവധി അയാൾ പരിശ്രമിച്ചു എന്നതിനുള്ള ഉപകാരമാണ്. രോഗം മാറ്റിയുള്ളതാണ്. ഡോക്ടർ ഒരിക്കലും നമ്മുടെ രോഗം മാറ്റുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, ആ ഡോക്ടർക്ക് ആ പണം ഹലാലാകുന്നത് രോഗം മാറ്റിയതിന്റെ പേരിലല്ല. രോഗം മാറ്റാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫീസ് അയാൾക്ക് അനുവദനീയമാണ്. ശ്രമം നടത്തിയിട്ടില്ലെങ്കിലും അയാൾക്ക് അനുവദനീയമാണ്. മറ്റൊരു സാധനം വാങ്ങുമ്പോൾ എന്താണ്, ആ വാങ്ങിയ സാധനത്തിന്റെ പകരമായ സംഖ്യയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഉദാഹരണമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ ഹിദായത്ത് കൊടുക്കലല്ല നമ്മൾ പറയുന്നത്, ഹിദായത്ത് കിട്ടുവാനുള്ള വഴി ഞാൻ ഉറപ്പായും അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം മാതാപിതാക്കൾക്ക് വേണം. എന്റെ ഒരു ശ്രദ്ധക്കുറവല്ല എന്റെ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എന്ന് അവൻ വഴിതെറ്റിപ്പോകുമ്പോൾ സ്വയം വിചാരിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റണം. ഞാൻ ഈ കാര്യം സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ വെക്കേഷനാണ് വരാൻ പോകുന്നത്. നിങ്ങൾ കുട്ടികളൊക്കെ കുറച്ച് ക്രിയാത്മക ശേഷിയൊക്കെ ഉള്ള കുട്ടികൾ ഇപ്പൊ ചോദിക്കുന്നുണ്ടാവും, എന്താ ഞാൻ കാട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എനിക്കൊരു സുഖം കിട്ടുന്ന പുറത്തേടാവുന്നതാണ് പറയുന്നത്. വെറുതെ നിൽക്കാൻ പറ്റും. രാവിലെ ചോറ്റുമാത്രത്ത് സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വൈകുന്നേരം വരെ അവിടെ ഇങ്ങനെ നടക്കുന്ന കുട്ടിക്ക് വീട്ടിലിങ്ങനെ ഒരു 12 മണിക്കൂർ ഇരിക്കാറിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും. പിന്നെ പഴയ കാലത്തെ പോലെ ഇല്ലപ്പോഴത്തെ കാലം. ഈ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യമാണ് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്കുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ദീനിയായിട്ട്, പിന്നെ റെസിഡൻഷ്യലായിട്ട് ഓരോ തലത്തിലുള്ള കുട്ടികൾക്കുമുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ക്ലാസ് ഇപ്പോൾ 6-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. അത് ഒരു 5-8 ദിവസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് രാവിലെ 9-12 മണി വരെ ഹൈസ്കൂൾ, +2, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്നതാണ്. നല്ല സിലബസോടുകൂടെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടിക്ക് സുരക്ഷിതമായ ഒരു ദീനീ അവസ്ഥ അവൻ കിട്ടിയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ നമ്മുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസം അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗങ്ങളെ കുറിച്ച് ഭയപ്പെടുന്ന ആളുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു മനസ്സിന് സമാധാനവും സമാശ്വാസവും രോഗശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, പല ആളുകളുമുണ്ട്. അവിടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് നാഥ ഞങ്ങൾക്ക് നീ കൺകൊള്ളുമ്പോൾ പ്രദാനം ചെയ്യണം രക്ഷിതാവേ. ഇഹലോകത്തിലും പരലോകത്തിലും നിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തണമെന്നാണ്. ശരിയായ തൗഹീദോടുകൂടെ, ശരിയായ സുന്നത്തോടുകൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കുവാനും ആ യഥാർത്ഥ വിശ്വാസത്തോടെ തന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വമുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.